പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, ബാക്കി പകുതി പണം 50 മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതി. പലിശയില്ലാതെ, കൂടാതെ മാസത്തവണകളുടെ 20% സബ്സിഡി. ബൈറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കൂടെ തന്നെ ഉണ്ടായാല് ഒരുപാട് നന്ദിയുണ്ട്. ജനത്തിന് രജിസ്റ്ററിന്റെ കളി ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തത് പോലെയല്ല, ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമുക്ക് ജനത്തിന്റെ നമുക്കറിയാം. നമസ്കാരം. അടിപൊളിയായിരുന്നു. ബാക്കി നമുക്ക് എനിക്ക് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് സംസാരിക്കാം. വളരെ ഹാപ്പി. എല്ലാ പ്രേക്ഷകരും എൻ്റെ കൂടെ ചങ്കുപോലെ നിന്നില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ ചെന്നൈയിലാണ്, നേരെ നമുക്ക് നെടുമ്പാശ്ശേരിക്കാണ് പോകുന്നത്, അവിടെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കൂടെ തന്നെ ഉണ്ടായാൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊന്നും വിചാരിക്കുന്നില്ല, എല്ലാം എവറിത്തിങ് ഇസ് പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു. സമയം ഓക്കെ. രജിസ്റ്ററിന്റെ ഗെയിം ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഗെയിം ആയിരുന്നു? ഫസ്റ്റ് തന്നെ പുറത്തു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്തത്? കാരണം തോന്നിയിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്തു വരാൻ ഒരു കാരണമായിട്ട് കാണുന്നത്? ജനത്തിന് രജിസ്റ്ററിന്റെ കളി ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തത് പോലെയല്ല, ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമുക്ക് ജനത്തിന്റെ നമുക്കറിയാം. അല്ല, ഇറങ്ങി പോരാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാൻ ഇങ്ങനെ ഒരാളല്ല. ശരിക്കും എങ്ങനെ ഒരാളാണ്? ശരിക്കും എന്താ വെച്ചാൽ ദേഷ്യപ്പെടും. നമ്മള് ദേഷ്യപ്പെടുന്ന ആള് തന്നെയാണ്. പക്ഷെ ഇത് ഇത്ര അങ്ങനെ വയലന്റ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. ഇത് ഗെയിം പ്ലാൻ ആയിരുന്നു. അപ്പൊ ഗെയിം പ്ലാൻ ഇപ്പൊ അദ്ദേഹം അല്ലാണ്ട് വേറൊരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ചേച്ചിയുടെ ആരാണ്? ജിൻഡോ. എന്തുകൊണ്ടാണ് ജിൻഡോ? സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു കോംബോ, ജിൻഡോന്റെ വേ ഓഫ് ടോക്കിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുത്തിരുന്നു? ഒരുപാട് എന്തൊക്കെയായിരുന്നു? 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് വരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ എന്തെങ്കിലും മെന്റലിയോ ഫിസിക്കലിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കുട്ടികളൊക്കെ കാണാറുണ്ട് ബിഗ് ബോസ്? കാണാറില്ല. കുട്ടിയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? അച്ഛൻ തന്നെയാണോ? അച്ഛൻ തന്നെയാണ്. പേരുകളൊന്നും അങ്ങനെ ആവാറായിട്ടില്ല. വിഷമമുണ്ടോ ഫസ്റ്റ് വീക്കിൽ തന്നെ? തീർച്ചയായിട്ടും വിഷമമുണ്ട്. നമസ്കാരം. അടിപൊളിയായിരുന്നു. ബാക്കി നമുക്ക് എനിക്ക് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് സംസാരിക്കാം. വളരെ ഹാപ്പി. എല്ലാ പ്രേക്ഷകരും എൻ്റെ കൂടെ ചങ്കുപോലെ നിന്നില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാനിപ്പോൾ ചെന്നൈയിലാണ്, നേരെ നമുക്ക് നെടുമ്പാശ്ശേരിക്കാണ് പോകുന്നത്, അവിടെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ കൂടെ തന്നെ ഉണ്ടായാൽ ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊന്നും വിചാരിക്കുന്നില്ല, എല്ലാം എവറിത്തിങ് ഇസ് പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു. സമയം ഓക്കെ. രജിസ്റ്ററിന്റെ ഗെയിം ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഗെയിം ആയിരുന്നു? ഫസ്റ്റ് തന്നെ പുറത്തു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്തത്? കാരണം തോന്നിയിട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്തു വരാൻ ഒരു കാരണമായിട്ട് കാണുന്നത്? ജനത്തിന് രജിസ്റ്ററിന്റെ കളി ഇഷ്ടപ്പെടാത്തതായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തത് പോലെയല്ല, ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമുക്ക് ജനത്തിന്റെ നമുക്കറിയാം. അല്ല, ഇറങ്ങി പോരാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇപ്പം ഞാൻ ഇങ്ങനെ ഒരാളല്ല. ശരിക്കും എങ്ങനെ ഒരാളാണ്? ശരിക്കും എന്താ വെച്ചാൽ ദേഷ്യപ്പെടും. നമ്മള് ദേഷ്യപ്പെടുന്ന ആള് തന്നെയാണ്. പക്ഷെ ഇത് ഇത്ര അങ്ങനെ വയലന്റ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല. ഇത് ഗെയിം പ്ലാൻ ആയിരുന്നു. അപ്പൊ ഗെയിം പ്ലാൻ ഇപ്പൊ അദ്ദേഹം അല്ലാണ്ട് വേറൊരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ചേച്ചിയുടെ ആരാണ്? ജിൻഡോ. എന്തുകൊണ്ടാണ് ജിൻഡോ? സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഒരു കോംബോ, ജിൻഡോന്റെ വേ ഓഫ് ടോക്കിംഗ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകൾ തിരഞ്ഞെടുത്തിരുന്നു? ഒരുപാട് എന്തൊക്കെയായിരുന്നു? 100 ദിവസത്തേക്കുള്ള ഡ്രസ്സ് വരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ എന്തെങ്കിലും മെന്റലിയോ ഫിസിക്കലിയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കുട്ടികളൊക്കെ കാണാറുണ്ട് ബിഗ് ബോസ്? കാണാറില്ല. കുട്ടിയുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ്? അച്ഛൻ തന്നെയാണോ? അച്ഛൻ തന്നെയാണ്. പേരുകളൊന്നും അങ്ങനെ ആവാറായിട്ടില്ല. വിഷമമുണ്ടോ ഫസ്റ്റ് വീക്കിൽ തന്നെ? തീർച്ചയായിട്ടും വിഷമമുണ്ട്. പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, ബാക്കി പകുതി പണം 50 മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതി. പലിശയില്ലാതെ, കൂടാതെ മാസത്തവണകളുടെ 20% സബ്സിഡി. ബൈറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.